अस्सलामु अलैकुम വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദാന്തോ കി ഹിഫാസത്ത്, പല്ലുകളെ സംരക്ഷിക്കൽ. അപ്പോൾ പല്ല് മനുഷ്യ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ പല്ലുകളില്ലെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും എല്ലാം പല്ല് നമ്മെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വ്യത്യസ്തമായ പല്ലുകളെക്കുറിച്ചും അവയുടെ ധർമ്മങ്ങളെക്കുറിച്ചും അതുപോലെ അത് വൃത്തിഹീനമായി കൊണ്ടു നടന്നാൽ വരുന്ന രോഗങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത ഇനം പല്ലുകളെക്കുറിച്ചും നമ്മളിതിൽ പഠിക്കുന്നുണ്ട്. അഥവാ ജനിച്ച് 6-7 മാസം കഴിയുന്നതോടുകൂടി നമുക്ക് പാൽപ്പല്ല് എന്ന പല്ല് വരുന്നുണ്ട്. അതിനുശേഷം 6 വയസ്സാകുന്ന സമയത്ത്, അഥവാ 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ നിലവിലുണ്ടായിരുന്ന പല്ലുകളൊക്കെ കൊഴിഞ്ഞ്, അഥവാ പാൽപ്പല്ലുകളൊക്കെ കൊഴിഞ്ഞിട്ട് പുതിയ പല്ലുകൾ വരുന്നു. അതിനാണ് പക്കാ ദാന്ത് എന്ന് പറയുന്നത്. ശേഷം 20 മുതൽ 25 വരെ വയസ്സിനുള്ളിൽ 4 പല്ല് കൂടി നമുക്ക് വരാനുണ്ട്. അതിനാണ് അഖൽ ഖൈദാന്ത് അഥവാ ബുദ്ധിയുടെ പല്ലുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പാഠത്തിലൂടെ ഇന്ന് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇതിൽ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനത് വായിക്കുകയാണ് അർത്ഥങ്ങൾ. ദാന്ത് പല്ല്, അഹം പ്രധാനപ്പെട്ട, ഹിസ്സ ഭാഗം, ഖുദ്റത്ത് ശക്തി അഥവാ ഇവിടെ അള്ളാഹു എന്നാണ് ഉദ്ദേശം, അൻമൂൽ അമൂല്യമായ, തുഹ്ഫ സമ്മാനം, ചെഹ്ര മുഖം, ദിൽകഷ് മനോഹരം, മദദ് കർണ സഹായിക്കുക, ബൂഢ വൃദ്ധൻ, മുഷ്കിൽ ബുദ്ധിമുട്ട്, പൈദാ ഹോന ജനിക്കുക, നിക്കൽന പുറത്തു വരിക, ദൂത് പാൽ, ഗിർണ വീഴുക, മുസ്തഖൽ സ്ഥിരമായ, പക്ക ഉറച്ച. ആം തോർ പർ സാധാരണ, തഅദാദ് എണ്ണം, ഗദ ഭക്ഷണം, ഖൗറാഖ് ഭക്ഷണം അല്ലെങ്കിൽ ധാന്യം, ബാരീഖ് കർണ നേർത്തതാക്കുക, ഹസം ഹോന ദഹിക്കുക, ഖാബിൽ സാധിക്കുന്ന കഴിയുന്ന, ദറാത്ത് കഷ്ണങ്ങൾ, മസോഡ മോണ, ഫൻസിന കുടുങ്ങിക്കിടക്കുക, ഖറാബ് ഹോന നശിക്കുക, ഷുറൂ ഹോന തുടങ്ങുക, കീട കീടങ്ങൾ, പായിറ മോണപ്പഴുപ്പ്, ഗന്ദഗി വൃത്തിയില്ലായ്മ, ബദ്ബു ദുർഗന്ധം, ഖത്തറ അപകടം, മുസിർ ബുദ്ധിമുട്ട്, സൊഫായി കർണ വൃത്തിയാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലേ. ദാന്തോ കി ഹിഫാസത്ത്, പല്ലുകളെ സംരക്ഷിക്കൽ. ദാന്ത് ഹമാരെ ജിസ്മ കാ അഹം ഹിസ്സ ഹൈ. ദാന്ത് പല്ലുകൾ ഹമാരെ ജിസ്മ കാ നമ്മുടെ ശരീരത്തിൻ്റെ അഹം ഹിസ്സ ഹൈ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇത് അഥവാ ഈ പല്ലുകൾ ഖുദ്റത്ത് കാ അള്ളാഹുവിൻ്റെ അൻമൂൽ തുഹ്ഫാഹെ അമൂല്യമായ സമ്മാനമാണ്. ഈ പല്ലുകൾ ഹമാരെ നമ്മുടെ ചെഹ്രേക്കോ മുഖത്തെ ദിൽകഷ് ബനാത്തേഹെ മനോഹരമാക്കുന്നു. ദാന്ത് പല്ലുകൾ ബോൽനേമേ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അഥവാ സംസാരത്തിൽ ഹമാരി നമ്മെ മദദ് കർത്തേഹെ സഹായിക്കുന്നു. അഥവാ നമ്മെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പല്ലുകൾ നമ്മെ സഹായിക്കുന്നു. बहुत से अल्फाज ऐसे हैं जिनको दांतों की मदद से ही बोल सकते हैं. बहुत सी अल्फाज ഒരുപാട് വാക്കുകൾ ഐസേ ഹെ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വാക്കുകളുണ്ട്. എങ്ങനത്തെ ജിൻകോ ആ വാക്കുകളെ ദാന്തോം കി മദദ് സേ ഹി പല്ലുകളുടെ സഹായം കൊണ്ട് മാത്രമേ ബോൽ സക്തേ ഹെ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ പല്ലുകളുടെ സഹായങ്ങൾ, പല്ലുകളില്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയാത്ത ഒരുപാട് വാക്കുകളുണ്ട്. ആപ്നെ നിങ്ങൾ ഐസേ ബൂഡോങ്കോ ദേക്കാ ഹോക ഇങ്ങനത്തെ വൃദ്ധന്മാരെ കണ്ടിട്ടുണ്ടാവും. എങ്ങനത്തെ വൃദ്ധന്മാർ? ആപ്നെ നിങ്ങൾ ഐസേ ബൂഡോങ്കോ ഇങ്ങനത്തെ വൃദ്ധന്മാരെ ദേക്കാ ഹോക കണ്ടിട്ടുണ്ടാകും. ജിൻകെ ദാന്ത് നഹി ഹോത്തെ ജബ് വ ബോൽത്തേ ഹെ തോ മുഷ്കിൽ സെ ഉൻകി ബാന്ത് സമജ് മേ ആത്തി ഹെ. എങ്ങനത്തെ വൃദ്ധന്മാരാണ്? ജിൻകെ ദാന്ത് നഹി ഹോത്തെ അവർക്ക് പല്ലുകളില്ല. അങ്ങനത്തെ വൃദ്ധന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജബ് വോ ബോൽത്തേ ഹെ അവർ സംസാരിക്കുന്ന സമയത്ത് തോ മുഷ്കിൽ ഹി സെ വളരെ ബുദ്ധിമുട്ടോടെ ഉൻകി ബാത് അവരുടെ സംസാരം സമജ് മേ ആത്തി ഹെ നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരം വളരെ ബുദ്ധിമുട്ടോടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അഥവാ നമുക്ക് പെട്ടെന്നൊന്നും അവരുടെ വർത്തമാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നർത്ഥം. ജബ് ഇനി പല്ലുകളുടെ ഇനത്തെക്കുറിച്ച് പറയുകയാണ്. ജബ് ബച്ച പൈദാ ഹോത്താ ഹെ തോ ഉസ്കെ ദാന്ത് നഹി ഹോത്തെ. കുട്ടി ജനിക്കുന്ന സമയത്ത് അവനക്ക് പല്ലുകൾ ഉണ്ടാവില്ല അല്ലേ. ജബ് എപ്പോഴാണോ ബച്ച പൈദാ ഹോത്താ ഹെ കുട്ടി ജനിക്കുന്നത്, തോ അപ്പോൾ ഉസ്കെ അവനിക്ക് ദാന്ത് നഹി ഹോത്തെ പല്ലുകൾ ഉണ്ടാവുന്നില്ല. ബച്ച
കുട്ടി ജബ് 6-7 മഹീനെ കാ 6-7 മാസത്തിൻ്റെ ഹോ ജാതാ ഹെ, കുട്ടിക്ക് 6-7 മാസം ആകുന്ന സമയത്ത് തോ അപ്പോൾ ഉസ്കെ ദാന്ത് നിക്കൽനെ ലഗത്തെ ഹെ, തോ അപ്പോൾ ഉസ്കെ അവൻ്റെ ദാന്ത് പല്ലുകൾ നിക്കൽനെ ലഗത്തെ ഹെ പുറത്ത് വരാൻ തുടങ്ങുന്നു. ഇൻ ദാന്തോക്കോ ഈ പല്ലുകളെ ദൂത് കെ ദാന്ത് കഹത്തെ ഹെ, പാൽപ്പല്ലുകൾ എന്ന് നമ്മൾ വിളിക്കുന്നു, പാൽപ്പല്ലുകൾ എന്ന് വിളിക്കപ്പെടുന്നു. ലേക്കിൻ പക്ഷേ ബച്ച ജബ് 6 സാൽ കാ ഹോ ജാതാ ഹെ, കുട്ടി എപ്പോഴാണോ 7 വയസ്സാകും 6 വയസ്സാകുന്നത്, എപ്പോഴാണോ കുട്ടിക്ക് 6 വയസ്സാകുന്നത് തോ അപ്പോൾ ദൂത് കെ ദാന്ത് ഈ പാൽപ്പല്ലുകൾ ഗിർനെ ലഗത്തെ ഹെ വീഴാൻ തുടങ്ങുന്നു. കുട്ടിക്ക് 6 വയസ്സാകുന്ന സമയത്ത് ഈ പാൽപ്പല്ലുകൾ വീഴാൻ തുടങ്ങുന്നു. അവർ പിന്നെ അവർ ഉൻകി ജഗ ആ വീണ പല്ലിൻ്റെ സ്ഥാനത്ത് അതേ സ്ഥാനത്ത് നേ ദാന്ത് പുതിയ പല്ലുകൾ നിക്കലിനെ ലഗത്തെ ഹെ പുറത്ത് വരാൻ തുടങ്ങുകയും ചെയ്യുന്നു. 6 വയസ്സ് മുതൽ തുടങ്ങിയിട്ട് 12-13 സാൽ കി ഉമർ തക്, അപ്പോൾ 12-13 വയസ്സ് വരെ സാരേ ദാന്ത് മുഴുവൻ പല്ലുകളും നിക്കലാത്തേ ഹെ പുറത്ത് വരുന്നു. അപ്പോൾ 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ഈ പാൽപ്പല്ലുകളൊക്കെ പോയിട്ട് യഥാസ്ഥാനത്ത് പുതിയ പല്ലുകൾ വരാൻ തുടങ്ങുന്നു. ഏ ദാന്ത് ഈ പല്ലുകൾ മുസ്തഖൽ ഹോത്തെ ഹെ, അത് സ്ഥിരമാകുന്നു, സ്ഥിരമായ പല്ലുകളാണ്, അഥവാ അത് പിന്നീട് കൊഴിഞ്ഞു പോവുകയില്ല. ജിനെ അവയെ പക്കേ ദാന്ത് ഉറച്ച പല്ലുകൾ എന്ന് കഹത്തെ ഹെ വിളിക്കപ്പെടുന്നു. ആം തോർ पर സാധാരണ രീതിയിൽ മുസ്തഖിൽ ദാന്തോं की तादाद, ഇങ്ങനത്തെ ഉറച്ച പല്ലുകളുടെ എണ്ണം 28 ഹോത്തി ഹെ 28 ആവുന്നു. ഓക്കെ, 28 പല്ലുകളാണ് ഇങ്ങനെ മുസ്തഖിൽ ദാന്ത് എന്ന് പറയുന്നത്. ഇനി 4 പല്ല്, നമുക്ക് 32 പല്ലുകളാണ് സാധാരണ പറയാറല്ലേ, അപ്പോൾ ഇനി 4 പല്ലുകളുടെ കുറവും കൂടി ഉണ്ട്. അതോ ജബ് ഇൻസാൻ ബഡാ ഹോ ജാത്താ ഹെ, എപ്പോഴാണോ മനുഷ്യൻ വളർന്ന് വലുതാകുന്ന സമയത്ത് और उसकी उम्र അവൻ്റെ പ്രായം 20 साल से 20 വയസ്സ് മുതൽ 25 साल की हो जाती है, 20 മുതൽ 25 വയസ്സ് വരെ അവൻ്റെ പ്രായമാകുന്ന സമയത്ത് തോ അപ്പോൾ 4 और ദാന്ത് 4 വേറെ പല്ലുകൾ കൂടി നിക്കൽ ആത്തേ ഹെ പുറത്ത് വരുന്നു. ഓക്കെ, അപ്പോൾ 6-7 മാസമാകുമ്പോൾ പാൽപ്പല്ലുകൾ വരുന്നു. പിന്നീട് 6 വയസ്സാകുന്ന സമയത്ത് പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നു. 12 വയസ്സ് വരെ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയിട്ട് അതിൻ്റെ യഥാസ്ഥാനത്ത് പുതിയ പല്ലുകൾ വരുന്നു. അതിനുശേഷം പിന്നെ 28 പല്ലുകളായി, ഇനി 4 പല്ലുകൾ വരാനുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന് 20 മുതൽ 25 വയസ്സ് വരെ ആവുന്ന സമയത്ത് അതിനിടയ്ക്ക് വീണ്ടും ആ 4 പല്ല് കൂടി വരുന്നു. അങ്ങനെ അഖിൽ ഖൈദാന്ത് കഹത്തെ ഹെ, ആ 4 പല്ലുകളെയാണ് നമ്മൾ അഖിൽ ഖൈദാന്ത് അഥവാ ബുദ്ധിയുടെ പല്ലുകൾ എന്ന് വിളിക്കുന്നത്. ഉസ്തറ ഇപ്രകാരം ഏക് ഇൻസാൻ കെ മുഹ്മേ, ഒരു മനുഷ്യൻ്റെ വായിൽ കുൽ 32 ദാന്ത് ഹോത്തെ ഹെ, പൂർണ്ണമായിട്ടും 32 പല്ലുകൾ വരുന്നു. മനസ്സിലായല്ലോ അല്ലേ? ഇനി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചില ഭക്ഷണത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മളെ പല്ലിൻ്റെ മോണയിൽ കുടുങ്ങിക്കിടക്കും. അത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് രോഗങ്ങൾ വരാനുണ്ട് എന്നാണ് പറയുന്നത്. ജോ ഗദാ യാ ഖൗറാഖ് ഹം ഖാത്തെ ഹെ വോ ദാന്തോं की ही मदद से खाते हैं. ജോ ഗദ, നമ്മൾ ഏതെങ്കിലും ഒരു ഭക്ഷണം, യാ ഖൗറാഖ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ധാന്യം, ഹം ഖാത്തെ ഹെ നമ്മൾ ഭക്ഷിക്കുന്നു, ഏതെങ്കിലും ഒരു ഭക്ഷണം നമ്മൾ ഭക്ഷിക്കുന്നു, അത് ദാന്തോं की ही मदद से പല്ലുകളുടെ സഹായത്തോടു കൂടെ ഖാത്തെ ഹെ നമ്മൾ ഭക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് പല്ലുകളുടെ സഹായത്തോടു കൂടെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. ദാന്ത് ഗദാക്കോ ബാരി കർത്തെ ഹെ, ഈ പല്ലുകൾ ഈ ഭക്ഷണത്തെ ബാരി കർത്തെ ഹെ, അത് പൊടിയാക്കുന്നു. और എന്നിട്ടോ ജൽദ് ഹസം ഹോനേക്ക്, വളരെ പെട്ടെന്ന് തന്നെ ദഹിക്കാൻ ഖാബിൽ ബനാത്തെ ഹെ, ദഹിക്കാൻ ഉതകുന്നതാക്കുന്നു, ദഹിക്കാൻ സാധിക്കുന്നതാക്കുകയും ചെയ്യുന്നു. ലേക്കിൻ എന്നിരുന്നാലും ഗദാക്കെ കുച്ച് ദർറാത്ത്, ഈ ഭക്ഷണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, കഷ്ണങ്ങൾ മസോഡോ ഔർ ദാന്തോ കി ദർമിയ, ഈ മോണയുടെയും പല്ലിൻ്റെയും ഇടയിൽ ഫെൻസെ രഹ്ജാത്ത ഹെ, അതിങ്ങനെ കുടുങ്ങിക്കിടക്കുന്നു. ഉൻകി അഗർ സൊഫായി ന കി ജായത്തോ, അവയെ ആ കുടുങ്ങിക്കിടക്കുന്നതിനെ അഗർ സൊഫായി ന കി ജായത്തോ, അതിനെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ദാന്ത് ഖറാബ് ഹോനെ ലഗ്തേ ഹെ, പല്ലുകൾ പിന്നെ അത് കേടുവരാൻ തുടങ്ങുന്നു. ഇസീസെ, ഇതുകൊണ്ട് തന്നെ ദാന്തോं की कई बीमारियां, പല്ലിൻ്റെ ഒരുപാട് പല്ല് രോഗങ്ങൾ ശുറൂ ഹോ ജാത്തി ഹെ, തുടങ്ങുകയും ചെയ്യുന്നു. ജേസെ രോഗങ്ങൾ, ജേസെ എങ്ങനത്തെ രോഗങ്ങളാണ്? ദാന്തോമ കീട ലഗ്ന, പല്ലിൽ കീടങ്ങൾ പല്ലിൽ വരിക. അതുപോലെ ദർദ് ഹോന, പല്ല് വേദന വരിക. പൈറിയ ഹോന അല്ലെങ്കിൽ അഥവാ മോണവീക്കം വരിക.
ടണ്ടാഗറം പാനി ലഗ്ന അഥവാ പല്ലിന് ഈ പുളിപ്പ് വരിക. ടണ്ട എന്ന് പറഞ്ഞാൽ തണുപ്പ്, ഗറം എന്ന് പറഞ്ഞാൽ ചൂടാണ്. ഇവിടെ ടണ്ടാഗറം പാനി ലഗ്ന എന്ന് പറഞ്ഞാൽ അതിങ്ങനെ എന്ത് ചെയ്യുക, ഒരു പുളിപ്പ് വരിക. ഓർ മുഹ്സെ ബദ്ബുവാന, വായിൽ നിന്ന് ദുർഗന്ധം വരിക. വകയറ, അതല്ലാത്ത ഒരുപാട് രോഗങ്ങൾ. അപ്പം അങ്ങനത്തെ രോഗങ്ങളൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ തുടങ്ങുകയും ചെയ്യുന്നു. യഹി നഹി बल्कि दांतों की गंदगी और बदबू से दूसरी बीमारियां का भी ഖത്തറ रहता है. യഹി നഹി, ഇത് മാത്രമല്ല, അപ്പോൾ പറഞ്ഞ രോഗങ്ങളുണ്ടല്ലോ. യഹി നഹി, ഇത് മാത്രമല്ല, ബൽക്കെ, എന്നിരുന്നാലും പിന്നെ ദാന്തോം കി ഗന്ദഗി, ഈ പല്ലിൻ്റെ വൃത്തിഹീനത, വൃത്തിയില്ലായ്മ, ഓർ ബദ്ബൂസെ, പല്ലിൻ്റെ ദുർഗന്ധവും കാരണം ദൂസരി ബീമാരിയോങ്ക, മറ്റുള്ള രോഗത്തിൻ്റെയും ഖത്തറാരഹത്തായ അപകടം വരുന്നതുവാ, ഇതുകൊണ്ട് മറ്റുള്ള രോഗങ്ങളും നമുക്ക് വരാൻ സാധ്യതയുണ്ട്, അതിൻ്റെ അപകടവും നമുക്ക് വരുന്നുണ്ട്. ഹം കഹ് സക്തേ ഹെ, നമുക്ക് പറയാൻ കഴിയും, കെ എന്തെന്നാൽ ഗദാക്കെ ദർറാത്ത്, ഭക്ഷണത്തിൻ്റെ കഷ്ണങ്ങൾ, ദർറാത്ത് കാ ദാന്തോമേ ഫൻസാരഹന മുസർഹെ, ആ ഭക്ഷണത്തിൻ്റെ കഷ്ണങ്ങൾ ദാന്തോമേ, നമ്മുടെ പല്ലുകളിൽ, ഫൻസാരഹന, അത് കുടുങ്ങിക്കിടക്കൽ, മുസർഹെ, അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇസിലിയെ, അതുകൊണ്ട് തന്നെ, ദാന്തോം കി സഫായി, പല്ലുകളെ വൃത്തിയാക്കൽ, ഓർ ഹിഫാസത്ത്, പല്ലുകളെ സംരക്ഷിക്കലും, ജറൂരി ഹെ, വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഈ രോഗങ്ങളൊക്കെ വരും എന്നാണ് ഇതിലൂടെ പറയുന്നത്. പഠിക്കുക, മനസ്സിലാക്കുക.